പ്രബുദ്ധ മലയാളികളെ നമസ്കാരം. നമുക്ക് രഞ്ജിത്ത് ഇസ്രായേലിനെ നാട് കടത്തണം. ഈ കേരളത്തിൽ നിന്ന് ഈ നമ്മുടെ ശിരൂരിലേക്ക് പോയി രക്ഷാപ്രവർത്തനം രക്ഷാദൗത്യം എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്തുള്ള എല്ലാ മലയാളികളെ കയ്യും കാലും തല്ലി ഒടിച്ച് അവനൊക്കെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തി പടിയടച്ച് പിണ്ഡം വയ്ക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്രയും വേഗം നമ്മൾ എല്ലാ മലയാളികളും നമ്മുടെ കുല സ്വഭാവം പോലെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ്. അതിനകത്ത് ചില മാധ്യമ പ്രവർത്തകരെയും മൊട്ട അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ നമ്മൾ കയ്യേറ്റം ചെയ്ത് ഇവിടെ നാട് കടത്തണം. ഞാൻ പറഞ്ഞു വന്നത്, നിലവിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു അവസ്ഥ ഇതാണ്. ഏതാണ്ട് 10 ദിവസം പിന്നിടുന്ന ദിവസം, ഓരോ ദിവസം കഴിഞ്ഞ് ഇന്ന് നാളെ മറ്റന്നാൾ ഗണപതിയുടെ കല്യാണം നാളെ എന്ന് പറഞ്ഞതുപോലെ അർജുൻ എന്ന് പറഞ്ഞ് കാണാതായിട്ടുള്ള ഒരു ലോറി ഡ്രൈവർ എന്ന് നമ്മുടെ മലയാളികളുടെ ഒരു വികാരമായി മാറിയിരിക്കുന്ന ആ ഒരു പയ്യന്റെ അയാളെ ഇതുവരെ എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് കഴിയാത്തവർ കഴിഞ്ഞ ദിവസം മാത്രം അദ്ദേഹത്തിന്റെ ലോറി ഈ വെള്ളത്തിന്റെ അടിയിൽ ഉണ്ട് എന്ന് ലൊക്കേറ്റ് ചെയ്ത് കണ്ടെത്തിയ ആ സമയം മുതൽ ഇതിനെ വഴിതിരിച്ചു വിട്ടത് രഞ്ജിത്ത് ഇസ്രായേൽ. അവനെയൊക്കെ ഉണ്ടല്ലോ പട്ടി ഷോ കാണിക്കുന്നു, അവനെയൊക്കെ വെറുതെ വിടാൻ പാടില്ല. ഇനി ഈ പട്ടി ഷോ കാണിക്കണം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ പട്ടി ഷോ നമുക്ക് ആദ്യം കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് രഞ്ജിത്ത് അടക്കം എന്തുകൊണ്ട് ഈ മലയാളികൾ എല്ലാ ആൾക്കാരും ഈ രഞ്ജിത്തിനാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും നമ്മളെല്ലാവരുടെ ചിന്ത എന്തുകൊണ്ട് അർജുൻ ജീവനോടെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് അടിവാരത്തിന് ഉണ്ട് എന്ന് ചിന്തിക്കാനുള്ള കാരണം മാനുഷികമായിട്ട് പറഞ്ഞാൽ അർജുൻ ജീവനോട് ഉണ്ട് എന്നുള്ള നമ്മുടെ എല്ലാം വികാരം തന്നെ ആയിരുന്നില്ലേ? അത് തന്നെയല്ലേ രഞ്ജിത്ത് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്? ആ ഒരു കാര്യത്തിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത്. പ്രമുഖ മാധ്യമ ജഡ്ജി, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന്റെ അകത്തിരുന്നുകൊണ്ട് ലോകത്തിനെ മൊത്തം നന്നാക്കുന്ന ഒരു മാധ്യമ ജഡ്ജി അദ്ദേഹത്തിന്റെ ചാനലിന്റെ അകത്തിരുന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു കാര്യം ആദ്യം കേൾക്കാം. ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു. അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു. അന്ന് NDRF ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു. അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല. ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ മഴയെന്നോ വെയിലെന്നോ അല്ലെങ്കിൽ മല ഒലിച്ചു വരുമെന്നോ മണ്ണൊലിച്ചു വരുമെന്നോ പുഴയിലേക്ക് ജീവൻ പോകുമെന്നോ ഒന്നും ഓർക്കാതെ ആ മനുഷ്യൻ അയാൾക്ക് ഇപ്പൊ നിലവിൽ അയാൾക്ക് ഒരു തരത്തിലുള്ള ഇതിനുള്ള പ്രവൃത്തി പരിചയങ്ങളൊന്നുമില്ല. അയാൾക്ക് ഗ്രേഡുകളില്ല. അയാൾ അങ്ങനെ ഒരു അഭ്യസ്ത വിദ്യനോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. സ്വന്തം ജീവൻ പണയപ്പെടുത്തി അർജുൻ എന്നുള്ള യുവാവിനെ രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ, ജീവനിലേക്ക് കൊണ്ടുവരാൻ, മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവേശത്തോടെ രാത്രിയും നമുക്ക് രക്ഷാപ്രവർത്തനം നടത്തണമെന്നൊക്കെ പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. അയാളിലേക്ക് ബൈറ്റൊക്കെ എടുത്തു പോയി നമ്മുടെ ഒരു തെറ്റായി പോയി, ഇതിന്റെയൊക്കെ മൊത്തത്തിൽ ഒരു ദിശ മാറ്റിവിട്ടത് ഇവർക്കൊക്കെ ഇയാളൊക്കെ അതിനൊരു കാരണക്കാരനാണെന്നൊക്കെ പറഞ്ഞ് നിഷ്കരണം കുറ്റപ്പെടുത്തുകയാണ്. ബുദ്ധിപൂർവം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു. അത്തരം ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും അർജുന്റെ വീട്ടുകാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് ഞാൻ പുറകെ അതിന്റെ എവിഡൻസ് വീഡിയോ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത്. നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ തട്ടിപ്പിലൊക്കെ നാം പെട്ടുപോകുന്നത് പോലെയാണ്. നമുക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും. അതുകൊണ്ട് നമുക്കിതൊക്കെ പാഠമാവട്ടെ. നാളത്തെ രക്ഷാപ്രവർത്തനം ഫലപ്രാപ്തിയിലെത്തട്ടെ. ഓക്കെ, ഇത് മാധ്യമ ജഡ്ജിയുടെ ഈ ഒരു മാധ്യമ വ്യവഹാരത്തിന്റെ അകത്ത് പെടുന്നൊരു കാര്യമാണ്. ഇനി ഇതിലേക്ക് തുറന്നു വയ്ക്കുന്ന കുറച്ച് ചർച്ചകളും കാര്യങ്ങളും ഇതുപോലെ തന്നെ പല ചാനലുകളിലൂടെ പോയിട്ടുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ കുറച്ച് കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കിടയിൽ അവരുടെ ഒരു റേറ്റിംഗ് ടോപ്പായിട്ട് കയറി വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാധ്യമ അജണ്ടകളുടെ ഭാഗമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെയാണിത്. അതിനകത്ത് നമ്മുടെ ഈ രഞ്ജിത്തിനെ ബലിയാടാക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ രാഷ്ട്രീയം, അത് ഞാൻ പുറകെ സംസാരിക്കാം. ഇനി ഈ പുള്ളിക്കാരൻ പറഞ്ഞല്ലോ എല്ലാ ആൾക്കാരും തെറ്റിദ്ധരിപ്പിച്ചു, മണ്ടത്തരം കാണിച്ചു എന്ന്. ഇവിടെ ഇത് ഞാനിപ്പോ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിലവിൽ ടോപ്പ് 30 ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന, യൂട്യൂബ് ട്രെൻഡിങ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന 6 ദിവസത്തിന് മുമ്പ് 6 days ago ഉള്ള ഒരു വീഡിയോ ആണ്. രഞ്ജിത്തിന്റെ വീട്ടുകാരെടുത്ത് പോയിട്ട് മീഡിയ വൺ ചാനലുകാരെടുത്തിട്ടുള്ള ഒരു വിഷ്വൽ, ആ ഒരു ബൈറ്റ് ആണ് നിങ്ങൾ കണ്ടത്. റെസ്ക്യൂ. പക്ഷേ ഇപ്പോൾ ഭാര്യ കൂടി ചേരുകയാണ്. നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, മൊബൈൽ ഫോൺ ഇടയ്ക്ക് റിങ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം സ്വിച്ച് ഓഫ് ആയിരുന്നു, പിന്നീട് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണല്ലേ? പിന്നെ വണ്ടി ഇന്നലെ വരെ ഓണോ ആണെന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇന്നലെ ഇപ്പോൾ ഭാരത് ബെൻസിലെ ആൾക്കാരെ വിളിച്ചപ്പം ഒരു കൊടുത്ത ഒരു ഇൻഫർമേഷനാണ് വണ്ടി ഇന്നലെ വരെ ഓൺ ആയിരുന്നു. ഭാരത് ബെൻസിന്റെ ആൾക്കാരെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞ ഇൻഫർമേഷൻ ആണ് ഇന്നലെ വരെ, അതായത് 5ാമത്തെ ദിവസം, അതിന് മുൻപ് വരെയും 4 ദിവസം വയ്ക്കാം, ആ 4 ദിവസം വരെയും ആ വണ്ടി ഓൺ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ രഞ്ജിത്തിന്റെ നമ്മുടെ അർജുന്റെ ഭാര്യയാണ് പറയുന്നത്.
അഥവാ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അവർ പാസ് ചെയ്തത്. മാധ്യമങ്ങളോട് തന്നെ അത് പറഞ്ഞതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫോൺ റിങ് ചെയ്തതും അതോടൊപ്പം തന്നെ വണ്ടി ഓൺ ആയിരുന്നു എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ GPS ലൊക്കേഷനൊക്കെ അവിടെ നിന്ന് അതിന്റെ അടിവാരത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞത് ആരാ? നമ്മളാണോ? അപ്പൊ എഞ്ചിൻ ഓൺ ആക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആള് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. അപ്പൊ എവിടെയാന്ന് ഒരു ഒന്നുമില്ല. ഞങ്ങൾക്ക് GPS ലാസ്റ്റ് അവിടെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അതാണ് അവരോട് പറയുന്നത്, ആ മണ്ണൊന്ന് മാറ്റി കിട്ടാൻ. ഇവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട്. ഈ ഒരു പോയിന്റിലല്ലേ ഈ മലയാളികൾ മൊത്തം പ്രാർത്ഥനയോടെ കാത്തിരുന്നത്. അദ്ദേഹം മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ വാഹനം ഓടിക്കാൻ പറ്റുകയുള്ളൂ, ആ ഫോൺ റിങ് ചെയ്യുകയുള്ളൂ. കോമൺ സെൻസ് മാത്രം മതി. മിസ്റ്റർ വിനു, താങ്കൾ ഏഷ്യാനെറ്റിന്റെ ചാനലിന്റെ അകത്തിരുന്നുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും വെച്ചിട്ട് ഇങ്ങനെ കുറ്റം പറയുകയും അതുപോലെ സമൂഹത്തിന്റെ ഭയങ്കര ഉദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മനുഷ്യൻ അവിടെ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിന്റെ ഒരു പൊതുവികാരം എല്ലായിടത്തും വരികയും ആ കുടുംബത്തിനോടൊപ്പം ആ ഒരു വേദനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ശരി, ഇപ്പോ നമ്മൾ ഇദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന് പറയാം. നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം പോയ ആൾക്കാർ പറഞ്ഞത്, അല്ലെ ഈ വണ്ടിയുടെ ഓണർ പറഞ്ഞതൊക്കെ തെറ്റെന്ന് വിചാരിക്കാം. അതായത് ഈ വണ്ടി അടിവാരത്തില്ല, എന്നാൽ കർണാടക പോലീസും മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ നദീതീരത്ത് നേരത്തെ തന്നെ തെരച്ചിൽ നടത്താമെന്നാണെന്നല്ലോ നിങ്ങളുടെയൊക്കെ ഇപ്പൊ നിലവിലുള്ള വർത്തമാനം. അഥവാ ഇതിനകത്ത് പക്കാ രാഷ്ട്രീയമാണ്. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സ്റ്റേറ്റിനെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ കുറെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയൊക്കെ ആവശ്യമാണ്. കുറെ ആൾക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സൈബർ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പൊ ചില ആൾക്കാർ ഇരകളായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ രഞ്ജിത്തിന്റെ നമ്മുടെ അർജുന്റെ കുടുംബക്കാരെയും അടക്കം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ടാർണിഷ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വണ്ടി 2 ദിവസം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ 2 ദിവസത്തേക്കുള്ള രക്ഷാദൗത്യം എന്തായിരുന്നു? അതിനുശേഷം ഈ മണ്ണ്, അടിവാരത്തുള്ള മണ്ണ്, ഈ അടിയിലുള്ള അഥവാ വെള്ളത്തിലേക്ക് പോയിട്ടുള്ള ആ മണ്ണിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ഇതെല്ലാം ഉണ്ടാകും എന്നുള്ള തെരച്ചിലിന്റെ എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഈ അവിടുത്തെ ഗവൺമെന്റുകളോ സംവിധാനങ്ങളോ ചെയ്തിട്ടുണ്ടായിരുന്നോ? 10ാമത്തെ ദിവസം മാത്രമല്ലേ, 9-10 ദിവസങ്ങളിൽ മാത്രമല്ലേ എന്തെങ്കിലും തെളിവുകളുടെ ഒരു ഇത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ. കയറ് കണ്ടെത്തുന്നു, ലോറിയുടെ ഭാഗം കണ്ടെത്തുന്നു, ഇന്ന് തടികൾ കണ്ടെത്തുന്നു, ഇതെല്ലാം കണ്ടെത്തിയത്. ഇതിന്റെ മറുകരയുണ്ട്. ഈ ഒരു വിഷയം നടക്കുന്നതിന്റെ മറുകര, അതായത് അന്നത്തെ ആ ഒരു നമ്മൾ പറയുന്ന ഈ ലാൻഡ് സ്ലൈഡ് നടന്നതിന്റെ മറുകര ഇന്നലെ ഒരു ചാനലിൽ വന്ന ദൃശ്യം നിങ്ങൾ കണ്ടു നോക്കും. ഇത് ബുള്ളറ്റ് മനു എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ ചാനലിന്റെ അകത്ത് അദ്ദേഹം ഈ സ്ഥലത്ത് അഥവാ നമ്മുടെ ഈ ശിരൂരിലെ ഈ ലാൻഡ് സ്ലൈഡ് നടന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്തുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് പോയിട്ട് പകർത്തിയ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക. ആ ദൃശ്യങ്ങളുടെ അകത്ത് വ്യക്തമാക്കുന്നത് അവിടെ നടന്നിട്ടുള്ളത് ലാൻഡ് സ്ലൈഡ് കാരണമാണോ അത് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യണ്ട. ബുള്ളറ്റ് ശരിയിൽ നിന്ന് ഇതിനൊക്കെ ലൈനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഇത്രയും ഭയാനകരമായിട്ടുള്ള ഒരു സ്ഫോടനം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത് പുറത്ത് പറയാൻ നമുക്ക് അങ്ങനെ പുറത്ത് പറയാൻ പറ്റില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ പ്രേക്ഷകരായിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഒരു ലാൻഡ് സ്ലൈഡ് നടന്നതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്താണ് ഇങ്ങനെ ഇത്രയും ഗുരുതരമായിട്ടുള്ള സംഭവമായിട്ട് കിടക്കുന്നത്. അവിടെ നശിച്ചിരിക്കുകയാണ്. 100 മീറ്ററോളം തെങ്ങിനെക്കാട്ടിലെ ഉയരത്തിൽ വെള്ളം പൊങ്ങി എന്നാണ് പറയുന്നത്. ഏകദേശം 10 മീറ്റർ ഹൈറ്റില്, അത്രയും ഉയരത്തില് അവിടുത്തെ വീടുകളോ മറ്റുള്ള സ്ഥലങ്ങളോ ഒന്നും ഇല്ല. അവരുടെ ആ ഒരു സംഭവത്തിന്റെ മുകളിലേക്ക് വെള്ളം പോയി. ആ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം ആ ലെവലിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നവർക്ക് അറിയാം, ഈ തെങ്ങിന്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ചിന്തിക്കാവുന്നത് അപ്പോഴായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വീടൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. കല്ലുകളൊക്കെ ചെതറി തെറിച്ച് പോയേക്കാണ് ശരിക്കും. സിലിണ്ടർ ഗാഡി സിലിണ്ടർ ഗാഡി പാനിയിലേക്ക് പോയി ബ്ലാസ്റ്റ് ആയി എന്ന് അവിടുത്തെ നാട്ടുകാരിയായ കന്നഡക്കാരി പറയുന്നു. ആ വാക്കുകൾ എന്ത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും? നമ്മുടെ ഇവിടെ പല ആൾക്കാരും ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ എന്താണ്? നിങ്ങൾ ഈ ഒരു ബുള്ളറ്റ് മനുവിന്റെ ഈ ചാനൽ നിങ്ങൾ പോയി നോക്കുക. ആ സ്ഥലത്ത് എന്താ പറയാ, അവിടെ ആ നശിച്ച് നാമാവശേഷമായി കിടക്കുകയാണ്. നിങ്ങളത് കാണണം. ഇതെല്ലാം ആ പ്രദേശം മുഴുവൻ, ആ ഒരു പ്രദേശത്തിന്റെ ഏരിയ മൊത്തം തെങ്ങുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മറഞ്ഞു. നിങ്ങൾ ലാൻഡ് സ്ലൈഡ് വരുന്നൊരു വരവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത്രയും ആഘാതം, ഇത്രയും സംഭവങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഇവിടെ വീടുണ്ടായിരുന്നു, ആ വീടില്ല, അവിടെയൊക്കെ ഇല്ല, ഒന്നുമില്ലാതാക്കുന്ന രീതിയിലേക്ക് ഇത്രയും കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചാനലിൽ പോയി നിങ്ങൾ കാണുക. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയോ സംഭവം അവിടെ ഒളിപ്പിക്കാനും ഒളിച്ചു കടത്താനൊക്കെ ശ്രമം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ചില അജണ്ട സെറ്റ് ചെയ്ത് വെച്ച് കളിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതാ സംഭവം. നമ്മുടെ ആദ്യം ഈ രഞ്ജിത്തിന്റെ നാട് കടത്തണമെന്ന് പറഞ്ഞു നടക്കുന്നു, രഞ്ജിത്തിനെ കുറ്റക്കാരനാക്കി മാറ്റുന്നു. ഇതുപോലെ പല കാര്യങ്ങളും ഇപ്പോൾ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തുടക്കത്തിൽ 2 ദിവസം എവിടെ രക്ഷാപ്രവർത്തനം? മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാഴാഴ്ചയോടെ വൈകുന്നേരത്തോടുകൂടി ഇത് ഏറ്റെടുത്തോടുകൂടി തന്നെ അടുത്ത ദിവസം മുതൽ അവിടെ എന്തെങ്കിലും 2 JCB കൂടുതൽ ഇറക്കി എന്നുള്ള സാഹചര്യം വന്നത്. എന്നിട്ടും രക്ഷാദൗത്യം എന്നുള്ള സംഭവം എന്താ? നമ്മൾ ഏത് ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിലും
രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിലെ രക്ഷാദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ രാവിലെ 10 മണിക്ക് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിക്ക് തിരിച്ച് വീട്ടിൽ വരുന്നത് പോലത്തെ പരിപാടി എല്ലാവരും ഇവിടെ നടന്നിട്ടുള്ളത്. ആ ജീവനെ രക്ഷപ്പെടുത്തണം എന്നുള്ള അയാൾ ജീവനോടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷ പോലും കൊടുക്കാതെ നടത്തിയ നിഷ്കരണം അയാളെ വിട്ടുകൊടുത്തോണ്ടുള്ള കാര്യം കാണിച്ചത് ആരാണ്? നമ്മളാണോ? അപ്പൊ അത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ആണോ? അപ്പൊ ഇനി നമുക്കൊരു കാര്യം പറയാം, ഇവരെല്ലാവരും പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം, ഇയാള് പറഞ്ഞതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ആ അടിവാരത്ത് ആ വ്യക്തി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവരുടെ വികാരത്തിന്റെ വിക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന് തന്നെ അങ്ങനെ തത്വത്തിനെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് സമർത്ഥമായി പഠിച്ച, ഇതിനെക്കുറിച്ച് വിവരമുള്ള ഈ ആൾക്കാരെല്ലാം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിരച്ചിലിന് വേണ്ടി എന്തെങ്കിലും കാര്യം, ആ മണ്ണ് അടിയിലേക്കുള്ള അതിനകത്ത് കിടപ്പുണ്ടായിരിക്കുമെങ്കിൽ ആ ലോറി എടുക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? തൊട്ടകലേക്ക് പോയിട്ടുള്ള ഈ തടിക്കഷ്ണങ്ങൾ തുടക്കത്തിലെ ദിവസങ്ങളിൽ തന്നെ ചുറ്റും അടിഞ്ഞുകൂടിയിട്ട് അതിനെക്കുറിച്ച് എവിടെയും റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ഇത്രയും വെള്ളം പൊങ്ങി ഇതെല്ലാം നടന്നിട്ടും ആ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ തെളിവെടുപ്പോ അവിടുത്തെ ആൾക്കാരുടെ വാക്കുകളോ പ്രദേശവാസികളുടെ മൊഴിയോ ഇവർ രേഖപ്പെടുത്തുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പബ്ലിക്കിലേക്ക് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മാധ്യമങ്ങളോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ചിന്തിക്കേണ്ടേ, ഇതൊക്കെ ചിന്തിക്കണ്ടേ? അപ്പൊ എല്ലാം ചെന്ന് നിൽക്കുന്നത് എന്നിട്ട് ഇവിടുത്തെ മണ്ണെടുത്തിട്ടോ അടിവാരത്തിലെ മണ്ണെടുത്തിട്ടിട്ട് ഈ പുഴയിലേക്ക് ഒഴുകി കൂടിക്കിടക്കുന്ന ആ മണ്ണിന്റെ പുറത്തല്ലേ കൊണ്ടിട്ടിരുന്നത് ആണോ? അപ്പൊ പിന്നെ ഇതിന്റെ അടിയിലുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് എന്തിനാണ് അതിന്റെ പുറത്തേക്ക് മണ്ണിട്ടത്? അപ്പൊ അവര് ഓൾറെഡി ഇപ്പൊ കേരളത്തിന്റെ ജനങ്ങളുടെ ഇമോഷൻസിന് ഒപ്പം ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവർ അതിനുള്ള സംഭവങ്ങൾ ചെയ്തത്? റഡാർ വന്നത് എന്നാണ്? തുടക്ക ദിവസങ്ങളിൽ എത്തിയോ? മറ്റുള്ള സൈന്യം എത്തിയത് എത്രാമത്തെ ദിവസമാണ്? നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് ഓരോ ദിവസം കഴിഞ്ഞ് 2 ദിവസമായിട്ട് പറയുന്നു നാളെ നമ്മൾ ശുഭപ്രതീക്ഷ ന്യൂസ് കിട്ടും, ഇങ്ങനെ പറഞ്ഞ് മറ്റേ കുറെ ജ്യോത്സ്യന്മാരെന്ന് പ്രവചിക്കും പോലെ ഇതും ഒരു ന്യൂസ് ആയിട്ട് മറ്റുള്ള കാര്യങ്ങളായിട്ട് വന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എവിടെ ആ കുടുംബത്തിന്റെ കണ്ണീർ? അവർ തന്നെ അവസാനം വന്ന് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായത് അവരുടെ അവസ്ഥയാണ്. നിങ്ങൾക്കോ എനിക്കോ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് പറയാ. അവരുടെ കണ്ണിൽ നിന്നൊരു ഉള്ളി കണ്ണുനീർ വരാതെ മകൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിനൊപ്പം നിന്ന മലയാളി സമൂഹം, ആ സമൂഹത്തിന്റെ അകത്ത് കുറച്ച് ആൾക്കാർ അതിലേക്ക് പോയി എടുത്തു ചാടി എത്തിയെങ്കിൽ അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളുണ്ട്, നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവന് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, അവന് സർട്ടിഫിക്കറ്റ് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഒരുമാതിരി പഠിക്കൽ നിന്ന് തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് അവനെ സമൂഹത്തിന്റെ മുമ്പിൽ തന്നെ എറിഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യം ചെയ്തു. ഇതുപോലെ ഇവരെ ഈ മാധ്യമ ജഡ്ജിമാർ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തോ? കോട്ടൂരിക്കൊണ്ട് ഈ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ വല്ല ചെയ്തിട്ടുണ്ടോ? സത്യം പറയാമല്ലോ, ഞങ്ങളെ കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ. കാരണം അത് അഡ്രസ്സ് ചെയ്യപ്പെടുക, ഈ ഒരു വിഷയം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക, എന്തെങ്കിലും തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉന്നതരായിട്ടുള്ള ആൾക്കാരിൽ നിന്നും അതിനുള്ള നടപടി എടുത്തിട്ട് അയാൾ ജീവനോടെ അയാളെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചു പോകുന്നതാണ്. അതിനെ പോലും വിമർശിക്കുന്നു. എന്തിനെ? അതാ പറയുന്നത്. ഇവിടെ എല്ലാ ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്, അദ്ദേഹം ഇപ്പൊ ഇന്ന് ലാസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള സംഭവം വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹം അതിനകത്ത് ലോറിയുടെ ഉണ്ട്, ലോറിയുടെ ലൊക്കേഷൻ ഇതുപോലെ എത്ര പ്രാവശ്യം ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തി, മേലിൽ നിന്ന് ലൊക്കേഷൻ കണ്ടെത്തി എന്ന് പറഞ്ഞ് റഡാർ വിദഗ്ധന്മാർ ഒന്ന് പറഞ്ഞ് ഞാൻ കേട്ടതല്ലേ. അപ്പം വണ്ടി ഓണായി എന്നുള്ളതും ഫോൺ റിങ് ചെയ്തു എന്നുള്ള കാര്യവും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇവരെല്ലാവരും ഇദ്ദേഹം ഇതിന്റെ അടിയിലുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കണമെന്നുള്ള ചിന്തയിലേക്ക് എത്തിയത്. കോമൺ സെൻസ് വെച്ച് അത്രയല്ലേ ചെയ്തിട്ടുള്ളത്? അതിൽ വലിയ പാതകമായിട്ട് മാറിയെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും സുരക്ഷാ മുൻകരുതലുകളും അദ്ദേഹം ഇതിന്റെ അടിയിലുണ്ടെന്നുള്ള കാര്യം അറിയാവുന്ന ആൾക്കാർ എന്തുകൊണ്ട് ആദ്യമേ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു തെരച്ചിൽ നടക്കട്ടെ, നമുക്ക് 2 3 മറ്റുള്ള ഓപ്പറേറ്റിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് നമുക്ക് മറ്റു വെള്ളത്തിലുള്ള തെരച്ചിൽ നമ്മുടെ സൈഡിൽ നടക്കാമെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ചെയ്തില്ല? ഇയാളെ കുറ്റപ്പെടുത്തുമ്പോ ഇവരതുകൊണ്ട് ചെയ്യാത്ത കാര്യത്തിനെ കുറിച്ച് കൂടെ പറയണ്ടേ? തീർത്തും അലംഭാവം കാണിച്ച ഈ ഒരു കാര്യത്തിന് നമ്മളിപ്പം എത്രയോ രാജ്യങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഈവൻ പ്രളയം വന്നപ്പോൾ പോലും നട്ടപ്പായിരുന്നോ വെളുപ്പാങ്കാലെന്നോ ഒന്നും നോക്കാതെ ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ദൂരമുള്ള തുരുത്തുകളിലൊക്കെ പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾ അടക്കം പ്രളയത്തിലൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലേ? അത് അവരാരും എന്തെങ്കിലും പ്രതിഫലം ഇച്ഛിച്ചിട്ടൊന്നുമില്ല. അതുപോലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അവിടെ സന്നദ്ധ പ്രവർത്തനത്തിൽ പോയപ്പോൾ അവർ രക്ഷാദൗത്യത്തിലേക്ക് പങ്കെടുത്തപ്പോൾ അവരെ അടക്കം അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആ മലയാളി മനോഭാവം ഉണ്ടല്ലോ, ചില രാഷ്ട്രീയ ദുഷ്ലാക്കോടുള്ള സംഭവം, അത് ശരിക്കും രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം കലർത്തിയ ചില ആൾക്കാർക്ക് ഇതിന്റെ മറവിൽ അവരുടെ ചില ആൾക്കാരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അവരുടെ രാഷ്ട്രീയത്തിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടോ കാണിക്കുന്ന വെറും ഒരു പൊറാട്ട് നാടകം മാത്രമാണ്. ഇത് കാലം അടയാളപ്പെടുത്തും. ഇത് ശരിക്കും പറഞ്ഞ ചരിത്രത്തിന്റെ താളുകളിൽ ഉണ്ടാവും. ഇത്രത്തോളം അപകടന ഉണ്ടായ ഒരു രക്ഷാദൗത്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് ഇതൊരു ചരിത്രം തന്നെ ആവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ടെക്നോളജി ഇത്രയും വളർന്ന കാലത്തും ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ്, ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കണ്ടെത്താൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സോ രഞ്ജിത്തിനെ കല്ലെറിയുന്നവർക്ക് കല്ലെറിയാം, അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബക്കാരെ കല്ലെറിയുന്നവർക്ക് കല്ലെറിയാം, ആ കുടുംബത്തിനെയും എല്ലാവരെയും കുറ്റം പറയുന്നവർ കുറ്റം പറയാം. പക്ഷെ അപ്പോഴൊരു കാര്യം മനസ്സിലാക്കണം,
തുടക്കത്തിൽ നിങ്ങൾ ഞാനും എല്ലാവരും വിശ്വസിക്കുന്നത് ആ അർജുൻ ജീവനോടെ ആ വണ്ടിക്കകത്തുണ്ട്, അദ്ദേഹത്തിന് ഒരു ദിവസത്തിന് മുമ്പ് അവിടെ നിന്ന് മണ്ണ് മാറ്റി പുറത്തേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ചവരാണ് നിങ്ങൾ ഞാനും. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം അവിടെ ആ ഒരു ടെക്നോളജിക്കലി ആ ഒരു സാധനം അദ്ദേഹത്തിന്റെ വണ്ടി വെള്ളത്തിനടിയിലാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാം തിരിഞ്ഞ് ഇവർക്കെതിരെ വരുമ്പോൾ എന്ത് ഇരട്ടത്താപ്പാടെ, എന്തൊരു ഇരട്ടത്താപ്പ്. കൂടുതലൊന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായത്തെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ.